അമേരിക്കൻ സന്ദർശനത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് വി രാജേഷ് ജനം ടിവിക്കൊപ്പം ചേരുകയാണ്. മേയർക്കൊപ്പം ജനം ടിവി ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള ചേരുന്നു. തത്സമയം നമസ്തേ. US സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ മേയർ വി രാജേഷ് ജനം ടിവിയോടൊപ്പം ചേരുകയാണ്. US സന്ദർശനത്തിന്റെ വിശേഷങ്ങൾ, അവിടെ ആരൊക്കെയായി കൂടിക്കാഴ്ച നടത്തിയ മേയർമാർ ആരൊക്കെയാണ്, ഇതൊക്കെയാണ് മേയർ നമ്മളോട് പങ്കുവയ്ക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്തേ ശ്രീ വി രാജേഷ്, സ്വാഗതം ജനം ടിവിയിലേക്ക്. നമസ്കാരം. ആദ്യം തന്നെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഒരു US സന്ദർശനത്തിന്റെ ആദ്യ ഒരു പ്രതികരണം? നമുക്ക് ഓരോ ഡീറ്റെയിൽസിലേക്ക് വരാം. അതായത് അവിടെ ഫൊക്കാനയുടെ സമ്മേളനത്തിന് ആണ് പോയത്. എന്നാൽ 3 ദിവസമാണ് ആ സമ്മേളനം. 3 ദിവസവും ആ ഒരു സമ്മേളനത്തിൽ തന്നെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അസൗകര്യം ഞാൻ അവരോട് പറഞ്ഞിരുന്നു. അതിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം. എന്നാൽ ഈ ദിവസങ്ങളിൽ ഒക്കെ തന്നെ പോയ ഒരു 8-9 ദിവസമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. വ്യത്യസ്തമായ പല മേഖലകളിലും കാര്യങ്ങൾ പഠിക്കുവാനും ഞാൻ കൂടുതൽ സമയം ചെലവഴിച്ചത് കേരളത്തിൽ നിന്ന് പോയി വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ച് വിജയിച്ച മലയാളികളെ കാണുവാനും അവരുടെ എക്സ്പെർട്ടൈസ് എങ്ങനെ നമുക്ക് കേരളത്തിനും തിരുവനന്തപുരത്തിനും പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആലോചനയൊക്കെ ആയിരുന്നു. ആ രംഗത്ത് മുൻപൊന്നും ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ സ്പെസിഫിക്കായി പോയി തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ തിരുവനന്തപുരം സ്വദേശിയായ ഒരു മേയറുമായിട്ടുള്ള അങ്ങയുടെ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അതിന്റെ വിശദാംശങ്ങൾ, അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ പോയിന്റ്സ്, മറ്റ് പല ചർച്ചകൾ അങ്ങ് നടത്തിയെന്നറിയാം. അതായത് ഇപ്പോൾ ആനിമൽ കൺട്രോള്, അതുപോലെ വേസ്റ്റ് മാനേജ്മെന്റ്. ഈ മേയറുമായിട്ടുള്ള കൂടിക്കാഴ്ച എങ്ങനെയുണ്ടായിരുന്നു? അദ്ദേഹം വളരെ ഗംഭീരമായ ഒരു വീഡിയോ അദ്ദേഹം തന്നെ പബ്ലിഷും ചെയ്തിരുന്നു. അതായത് മിസോറി സിറ്റി, അവിടെ ഓരോ പല സംസ്ഥാനങ്ങളിലുമുള്ള സിറ്റികൾക്കൊക്കെ തന്നെ, പ്രധാനപ്പെട്ട സിറ്റികൾക്കൊക്കെ തന്നെ മേയർമാരുണ്ട്. മിസോറി സിറ്റിയിലെ മേയറിനെയാണ് ഞാൻ കണ്ടത്, റോബിൻ എലക്കാട്ടിൽ. അവിടെ വേസ്റ്റ് മാനേജ്മെന്റ് സ്ട്രേ ഡോഗ്സിനെ അവർ സംരക്ഷിക്കുന്നു എന്നറിഞ്ഞു. അതാണ് അവിടെ പോകേണ്ട ഒരു കാര്യം. ഇപ്പം അതൊരു സെൻസിറ്റീവ് ഏരിയ ആണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതുമായിട്ടുള്ള വ്യത്യാസം അങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ പറ്റും. മറ്റൊന്ന് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു നന്നായിട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നാണെന്ന് അറിഞ്ഞു. ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് അവിടെ പോയിരുന്നത്. അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI-യിൽ നമ്മൾ കേരളം വളരെ മെച്ചപ്പെട്ട വിജയം കൈവരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് AI-യിൽ. അപ്പോൾ അവിടെ ആ മേഖലയിൽ അവരുടെ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാക്കാൻ സാധിക്കുമോ? അവരിലേക്കും നമ്മൾ കേരളം ഇത്രത്തോളം ടെക്നോളജിയിൽ വളർന്നിട്ടുണ്ട് എന്നുള്ള വിവരം മറ്റുള്ള സ്ഥലങ്ങളിലും അറിയണമല്ലോ. ഈ 3 കാര്യങ്ങളിലായിരുന്നു റോബിൻ എലക്കാട്ടിൻ്റെ മിസോറി സിറ്റി കോർപ്പറേഷൻ ഓഫീസിൽ അദ്ദേഹമായിട്ടുള്ള ചർച്ച. അത് അവിടെ ചെയ്തത്, നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനെക്കുറിച്ച് നന്നായിട്ട് പഠനം നടത്തി നമ്മുടെ കോർപ്പറേഷൻ്റെ അഡ്വാൻറ്റേജൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഒരു ആംബിയൻസിലാണ് ആ ചർച്ച തുടങ്ങിയത്. അതായത് ഈ ഹൂസ്റ്റൺ മേയറും അദ്ദേഹത്തിന്റെ ടീമും, അതെ, മിസോറി സിറ്റിയിലെ മേയറും അദ്ദേഹം അതിന് ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണെങ്കിൽ അത് നടത്തുന്ന കമ്പനികളും അവരുടെ എക്സ്പെർട്ടുകളും എല്ലാവരെയും വിളിച്ചിരുന്നു. അത് അവരെല്ലാവരും വിളിച്ചു വരുത്തി അതിനനുസരിച്ചിട്ടുള്ള വീഡിയോ, പവർ പോയിൻ്റ് പ്രസൻറ്റേഷനൊക്കെ തയ്യാറാക്കിയിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അത് കഴിയുമ്പോഴേക്കും അനിമൽസിനെ മാനേജ് ചെയ്യുന്ന ആൾക്കാർ, അനിമൽ ഹസ്ബൻഡറിയായിട്ട് ബന്ധപ്പെട്ടവർ, അവരുടെ വെറ്റിനറി ഡോക്ടർ, അതോടൊപ്പം തന്നെ ഷെൽട്ടറിൽ പരിപാലിക്കുന്ന ആൾക്കാരൊക്കെ അവരുണ്ടായിരുന്നു. അവരൊരു ഡീറ്റെയിൽ ഡിസ്കഷൻ. അതിനുശേഷം ഞങ്ങൾ അവിടേക്ക് കൊണ്ടുപോയപ്പോഴേക്കും അതിനും പറഞ്ഞു തരാനും കാണിച്ചു തരാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെയാണ് ഇവിടെ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് പോയത്. രാവിലെ 8 മണിക്ക് തന്നെ ഈ ട്രക്ക് കാണണമെന്ന് പറഞ്ഞു. ട്രക്ക് അവിടെ എത്തിയിരുന്നു. ട്രക്കിൽ അവർ എങ്ങനെയാണ് വേസ്റ്റ് ലോഡ് ചെയ്യുന്നത്, അൺലോഡ് ചെയ്യുന്നതൊക്കെ കാണിക്കാനും, അതോടൊപ്പം തന്നെ ഓരോ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ അടുത്ത് ഓരോ കാര്യം ചെയ്യുന്നതിന് ഓരോ ആൾക്കാരുണ്ട്. അവരെയൊക്കെ നേരത്തെ വിളിച്ച് നിർത്തിയിരുന്നു. ഇതിന് ശേഷം അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് അവർ ഡ്രൈ വേസ്റ്റ് എല്ലാം തന്നെ സെഗ്രിഗേറ്റ് ചെയ്ത് അതിനെ ബെയിൽ ചെയ്യുന്ന സെൻറ്റർ. അവിടെ പോയിട്ട് ഒരു 1-2 മണിക്കൂർ അവിടെ ആൾക്കാർ വരും. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് അവർ നമുക്ക് തരേണ്ട ഒരു അംഗീകാരവും ബഹുമാനവും തന്ന് എല്ലാം സെറ്റ് ചെയ്തിരുന്നു. 2 കാര്യങ്ങൾ ചോദിച്ചാൽ, ഒന്ന്, തിരുവനന്തപുരം നഗരത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവിടെ പ്രായോഗികമായി ചെയ്യുന്ന കാര്യങ്ങൾ ഹോംവർക്ക് ചെയ്ത് അവർ തയ്യാറായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കൺസൾട്ടൻസ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നു. ഈ പറഞ്ഞ ട്രക്ക് എന്ന് പറഞ്ഞാൽ ഇത് പോയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ വേസ്റ്റ് എടുക്കുന്ന ട്രക്കാണോ, അതോ ഇത് കൊണ്ട് എങ്ങനെയായിരുന്നു അത്? അവിടുത്തെ അവിടെ US-ൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കില്ല. കാരണം അവർക്ക് ആവശ്യത്തിലുള്ള സ്ഥലമുണ്ട്.
വേക്കൻ ലാൻഡ് ഉണ്ടോ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മൾ കുറച്ചുകൂടി ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് അത്രത്തോളം സ്ഥലം നമുക്കുണ്ടാവാറില്ല. അവർ വലിയ കണ്ടെയ്നറുകൾ റോഡിൽ വെച്ചിട്ട് അതിൽ കൊണ്ടുവിടുന്ന വേസ്റ്റ് ട്രക്ക് വന്നിട്ട് പിന്നെ ട്രക്ക് നേരെ എടുത്തങ്ങ് കയറ്റിയാണ്. അവിടെ മാനുവൽ അല്ല, ട്രക്ക് തന്നെ എടുത്തിട്ട് അങ്ങ് തട്ടുകയാണ്. തട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് കംപ്രസ് ചെയ്യും. അതിനകത്ത് അവിടെ തന്നെ കംപ്രസ് ചെയ്യുമ്പോഴേക്കും ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് വരില്ല. അത്രത്തോളം കവേർഡ് ട്രക്കാണ്. അതിന് വാട്ടറുണ്ട്, റബ്ബർ വാട്ടറൊക്കെ ഇട്ടിട്ട് കവർ ചെയ്തിട്ടുള്ള ട്രക്കാണ്. ആ ട്രക്കിൽ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോഡ് ആകുമ്പോഴേക്കും അവർ കൊണ്ടുപോയിട്ട് അടുത്ത ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആദ്യ പ്രോസസിംഗ് ട്രക്കിനുള്ളിൽ തന്നെ നടക്കുകയാണ്. ഫസ്റ്റ് പ്രോസസിംഗ് ട്രക്കിനുള്ളിൽ തന്നെ നടക്കുകയാണ്. ഇനി അവിടെ വേസ്റ്റ് ഇടുന്നത് ഓർഗാനിക് വേസ്റ്റ് വേറെ, ഫുഡ് വേസ്റ്റ് വേറെ, പ്ലാസ്റ്റിക് വേറെ, അങ്ങനെ എന്തെങ്കിലും അതിന് 2 തരത്തിലുള്ള ക്യാനുകൾ വെച്ചിട്ടുണ്ട്, കണ്ടെയ്നറുകൾ വെച്ചിട്ടുണ്ട്. അതിലെ ആൾക്കാർ ഇടുകയുള്ളൂ. ആഴ്ചയിൽ എല്ലാ ദിവസവും എടുക്കില്ല, ആഴ്ചയിൽ 2 ദിവസമാണ് വന്ന് ആ വേസ്റ്റ് എടുക്കുന്നത്. പക്ഷേ അവിടത്തുള്ളൊരു ഗുണം, ഇവിടെയാണെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ ടിൻ ബിന്നൊക്കെ വെച്ച് റോഡിൽ വെച്ചിരുന്നാൽ അതിൽ നാപ്കിനൊക്കെ നിക്ഷേപിക്കാറുണ്ട്, സാനിറ്ററി നാപ്കിൻസ് ഒക്കെ നിക്ഷേപിക്കാറുണ്ട്. ഡ്രൈ വേസ്റ്റ് ഇടാൻ വേണ്ടി വച്ചിരിക്കുന്ന സ്ഥലത്ത് പോലും സാനിറ്ററി നാപ്കിനൊക്കെ നമ്മുടെ ആൾക്കാർ നിക്ഷേപിക്കാറുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വരുന്ന സ്റ്റാഫിന് അത് ബുദ്ധിമുട്ടായി മാറും. പക്ഷേ ഇവിടെ ഞാൻ കണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. കൃത്യമായിട്ട് അക്കാര്യത്തൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അതായത് ഈ സിവിക് സെൻസ് വളരെ 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 കൂടുതൽ പൗരന്മാർക്കുണ്ട്, പൗരബോധം വളരെ കൂടുതലാണ്. അപ്പോൾ അവരുടെ ഒരു സഹകരണം അതിലുണ്ട്. അതുകൊണ്ട് ടെക്നോളജി ഉണ്ട്. പക്ഷേ അവിടെ ചെയ്യുന്നത് പോലെ നമുക്ക് ആ ടെക്നോളജി ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് വേക്കൻ ലാൻഡ് ഒരുപാടുണ്ടെന്നുള്ളതാണ് അവരുടെ അഡ്വാൻറ്റേജ്. ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇരിക്കുന്ന ഒരു വലിയ 100 ഏക്കർ സ്ഥലത്തുള്ളതാണ് ഞാൻ കണ്ടത്. നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ടെക്നോളജിയെ കുറിച്ച് അവിടെ സംസാരിക്കാൻ സംസാരിച്ചു. ഞാൻ പോയ കോർപ്പറേഷനിൽ നിന്ന് എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചില്ല. നമുക്ക് പോയി 20-25 സെന്റിൽ 25-30 ടൺ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന പ്ലാന്റ്, ആ സാങ്കേതിക വിദ്യയാണ് തിരുവനന്തപുരത്ത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് ഞാൻ പോയ സ്ഥലങ്ങളിൽ കാണാൻ സാധിച്ചില്ല. ഓക്കെ. ഈ മിസോറി സിറ്റിയുമായി ഒരു സിസ്റ്റർ സിറ്റി അറേഞ്ച്മെന്റിലേക്ക് എത്തുന്ന, ഒരു എഗ്രിമെന്റിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ ഒരു പ്രാഥമിക തല ചർച്ച നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അത് കൺഫേം ചെയ്യാമോ? 1, 2, അങ്ങനെയെങ്കിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക്? അതിന് നമുക്ക് ഇപ്പോൾ ആദ്യം സംസ്ഥാന സർക്കാരുമായിട്ട് സംസാരിക്കണം, കേന്ദ്ര സർക്കാരുമായിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളാണ് അടുത്ത ഘട്ടം. അവിടെ IT മേഖലയിൽ അവരുടെ ഭാഗത്തു നിന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമായിട്ട് സംസാരിച്ച് ഒരു പെർമിഷൻ ആയിക്കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ടീം തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് സന്ദർശിക്കാൻ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ എക്സ്പെർട്ടുകളുമായിട്ട് ചർച്ച ആയിക്കഴിഞ്ഞാൽ AI സാങ്കേതികവിദ്യ ഏത് തരത്തിലാണ് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത്, 2 പേർക്കും തൃപ്തികരമായ രീതിയിൽ അത് നമുക്ക് തുടരാൻ സാധിക്കുന്ന ഒരു മേഖലയാണ്. മറ്റൊന്ന്, ആ സിറ്റിയിലെ സ്റ്റുഡൻസിനെ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിലുള്ള പർട്ടിക്കുലർ ഗ്രേഡിലുള്ള സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തിട്ട് ഒരു ചെറിയ സംഘം 20-25 പേരുടെ സംഘം നമ്മുടെ ക്യാമ്പസുകൾ സന്ദർശിക്കുന്നു 1 മാസത്തേക്ക്. ഇവിടുത്തെ ക്യാമ്പസുകളിൽ അവർ ചേരുന്നു, സബ്ജക്റ്റുകൾ പഠിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഒരു ടീമിനെ നമുക്ക് അവിടേക്ക് അയക്കാം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊന്ന്, ഞങ്ങൾ എംബസിയായിട്ട് സംസാരിച്ചപ്പോൾ കൾച്ചറൽ എക്സ്ചേഞ്ച്, പ്രത്യേകിച്ച് സാംസ്കാരിക മേഖലയുടെ ചുമതല വഹിക്കുന്ന ഒരു IPS ഉദ്യോഗസ്ഥൻ കൂടിയാണ് അന്ന് ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഞങ്ങൾ കൂടുതൽ സംസാരിക്കാൻ സാധിച്ചത്. അദ്ദേഹം കേരള കേഡർ കൂടിയാണ്. അപ്പോൾ നമ്മുടെ സാംസ്കാരിക പരിപാടികൾ ഒരു പാക്കേജായിട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് US കാര്യമായിട്ട് പല സ്ഥലങ്ങളിൽ അവതരിപ്പിക്കുകയും അവരുടെ സാംസ്കാരിക തനിമ നിലനിൽക്കുന്ന പരിപാടികൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള കാര്യവും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് കേരളത്തിന്റെ സാംസ്കാരിക തനിമ ഉള്ള പരിപാടികൾ അവിടെയുള്ള മലയാളികളുടെ ഇടയിൽ മാത്രമല്ല അമേരിക്കൻസിന് താല്പര്യമുള്ളവരുണ്ട്. അപ്പൊ ഇതെങ്ങനെ ഇതിന്റെ ഒരു ചെലവും മറ്റു കാര്യങ്ങളും വഹിക്കാനുള്ള ഒരു പദ്ധതി കേന്ദ്രത്തിനോ അവർക്ക് ഉണ്ടാകും? സാംസ്കാരിക വകുപ്പുകൾക്ക് അതിൽ ഏത് പദ്ധതിയിലാണ് ഉൾപ്പെടുത്താൻ പറ്റുന്നത് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ വിദേശ മലയാളികളുടെ സഹായം നോക്കേണ്ടി വരും. സ്പോൺസർഷിപ്പ്, CSR ഫണ്ട് പ്രയോജനപ്പെടുത്താൻ പറ്റും. അങ്ങനെ കൾച്ചറൽ എക്സ്ചേഞ്ചിന് വേണ്ടി CSR ഫണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കേണ്ടി വരും. എന്തായാലും ഈ ആശയം നമുക്ക് നടപ്പാക്കാൻ പറ്റുന്നതാണെന്നുള്ള പ്രാഥമിക തല ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഈ സ്ട്രേ ഡോഗ് മാനേജ്മെന്റ് ഇത് സംബന്ധിച്ച് അവിടെ കാണാൻ കണ്ട കാഴ്ച എന്താണ്? നമുക്ക് അവിടെയും അഡാപ്റ്റബിൾ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? സ്ട്രേ ഡോഗ്സ് മാനേജ് ചെയ്യുന്നത് അവരും ചെയ്യുന്ന ഒരുപോലെ തന്നെയാണ്. അവർ ചെയ്യുന്നത് മുഴുവനും ടൈല് പാകിയ കൂടുകളിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്കൊരു ഒരു ഗുണം, ഒരു കൂട്ടിൽ ഒരു നായ അവരിട്ടിട്ടുള്ളൂ. കാരണം അവിടെ ആ സിറ്റിയിൽ ആകെ 1500 നായ്ക്കളേ ഉള്ളൂ. നമുക്കിവിടെ 15000 എണ്ണമുണ്ട്. അപ്പോൾ നമുക്ക് 15000 എണ്ണത്തിൽ ഓരോ കൂട് കൊടുക്കാൻ സാധിക്കില്ല. പിന്നെ ഒരു കൂട്ടിൽ ഒരു നായ ഇടുമ്പോഴേക്കും സ്ഥലം കുറവായിരിക്കും. അപ്പോൾ അതാണ് അവിടെ കണ്ടത്. പക്ഷെ മറ്റൊന്നുള്ളത് അവിടെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്.
നായ്ക്കൾ അഡോപ്ഷൻ സെന്റേഴ്സ് തന്നെ ഉണ്ട് അവിടെ. ഈ നമുക്ക് ആ തരത്തിലോട്ട് ആയിട്ടില്ല. തെരുവിൽ നിന്നും കൊണ്ടുപോയ കമ്മ്യൂണിറ്റി ഡോഗ്സിനെ നമ്മൾ ട്രെയിനിങ് കൊടുത്ത് അഡോപ്ഷനിലേക്ക് കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവില്ല. അവിടെ അഡോപ്ഷൻ ഉണ്ട്. നമുക്ക് പ്രായോഗികമാണോ ഇത്? കാര്യം ഞാൻ വളരെ നമ്മുടെ ഒരു സാധാരണക്കാരന്റെ മാനസികാവസ്ഥ നിന്നുകൊണ്ട് ചോദിക്കാൻ, തെരുവ് നായ വീട്ടിലേക്ക് കൊണ്ടുപോകാനോ എന്നായിരിക്കില്ല ആദ്യ പ്രതികരണം. നമ്മൾ അങ്ങനെ പറഞ്ഞല്ലോ കൊടുക്കേണ്ടത്. മാത്രമല്ല, നമ്മൾ കൊണ്ടുപോകുന്ന ഒരു നായ, നല്ല ഏത് നായും അതിന് കൃത്യമായിട്ടുള്ള പരിശീലനം കിട്ടാത്തതുകൊണ്ടല്ലോ ഇങ്ങനെ ആയി പോകുന്നത്. അത് അലഞ്ചിരുന്ന അന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് നന്നായിട്ട് അതിനെ വൃത്തിയായി സൂക്ഷിച്ച് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നാടൻ തെരുനായ്ക്കൾക്ക് നല്ല മാർക്കറ്റുണ്ട്. ആൾക്കാർ എടുത്തു തുടങ്ങും. അത് നല്ല സ്ഥിതിയുള്ള വീട്ടിൽ പിന്നെ ഇല്ലാതെ പോയത്, അല്ലാതെ തെരുവിലായി പോയതായിരിക്കാം. അതെ, അതിന്റെ പരിപാലനവും പരിഗണനയും കിട്ടിയില്ല, ഭക്ഷണമൊന്നും കിട്ടാതെ വരുമ്പോഴൊക്കെ ഇങ്ങനെ ആവുന്നത്. അതിൽ കുറേ എണ്ണത്തിനെയൊക്കെ മെച്ചപ്പെടുത്തി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങും. അഡോപ്ഷൻ സെന്റേഴ്സ് ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതായത് പലപ്പോഴും നായ്ക്കളാണ് പോയി ഈ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. അതിന് AI ജനറേറ്റഡ് ആണോ എന്ന് അറിയത്തില്ല. ആൾക്കാർ പോയിരിക്കുന്നു, അഡോപ്റ്റ് ചെയ്യാനുള്ള നായെ തുറന്നു വിടുന്നു, അതിങ്ങനെ ഓടി ഒരാളുടെ അടുത്ത് ചെല്ലുന്നു, ഉടനെ അതിനെ എടുക്കുന്നു. അഡോപ്ഷൻ സെന്റേഴ്സ് ഒക്കെ ഉണ്ട് കേരളത്തിൽ അത്രയ്ക്ക് ആയിട്ട്. എന്തായാലും നമുക്ക് കൗൺസിലൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം നമ്മുടെ നായ്ക്കളെയും അഡോപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കണം. മറ്റെന്തെങ്കിലും പദ്ധതികൾ, ട്രെയിനിങ് സ്കീംസോ അങ്ങ് ഈ പറഞ്ഞ ടെക്നോ പാർക്ക് വിസിറ്റ് അല്ലാതെ അതിലെനിക്ക് അവിടുത്തെ മേയറുമായിട്ട് ചർച്ച ചെയ്ത് ഇത്രയും കാര്യങ്ങൾ തന്നെ. പക്ഷേ എനിക്ക് അതിൽ ഏറ്റവും ഗുണമായി തോന്നിയത്, കേരളത്തിൽ നിന്നും പോയിട്ടുള്ള മലയാളികൾ അവിടുത്തെ വിജയിച്ച എല്ലാ മേഖലയിലും തലപ്പത്തുണ്ട്. അത് ഏത് മേഖല ആയിക്കോട്ടെ. ഇപ്പോൾ 4 ആശുപത്രികൾ, ക്ലിവൻസ് ക്ലിനിക്ക്, അതോടൊപ്പം തന്നെ ടൊറൻറ്റോ യൂണിവേഴ്സിറ്റി, ഹാവാർഡ് യൂണിവേഴ്സിറ്റി, ജോൺ ഹോപ്കിൻസ്, ഇത് 4 അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ആശുപത്രികളാണ്. 1876 ജോൺ ഹോപ്കിൻസ് ആരംഭിക്കുന്നത് തന്നെ. ഈ 4 യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തി, അവിടുത്തെ ഹോപ്കിൻസിലെ അവസാന 7 വർഷം കാർഡിയോളജിയുടെ ഹെഡായിരുന്ന ആൾ മലയാളിയാണ്. കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ച ആളാണ്. പിന്നെ MB പിള്ള സാറിനെ കുറിച്ച്, അത് ഷെൽബി കുട്ടി എന്നാണ് പേര്, MB പിള്ള സാറിനെ കുറിച്ച് നമ്മളൊക്കെ തന്നെ ചർച്ച ചെയ്താൽ അദ്ദേഹം തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ച ആളാണ്. ഇതുപോലെ ഇപ്പോൾ ഗൂഗിളിൽ വളരെ നല്ല പോസ്റ്റുകളിരിക്കുന്ന നിരവധി മലയാളികളുമായിട്ട് ഞാൻ പരിചയപ്പെട്ടു. അവിടുത്തെ പോലീസിൽ, അതോടൊപ്പം തന്നെ IT രംഗത്താണെന്നുണ്ടെങ്കിൽ മലയാളികൾ തന്നെയാണ് IT രംഗത്ത് മുഴുവൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അവർക്കിപ്പോഴും കേരളം എന്ന് പറയുമ്പോൾ കേരളവുമായിട്ടുള്ള വളരെ വലിയൊരു ബന്ധമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കയിലുള്ള മുഴുവൻ മലയാളി ഡോക്ടർമാരുടെയും സംഘടനയുണ്ട്, AKMG. അതിൻ്റെ സമ്മേളനം ഞാൻ ചെന്ന സമയത്ത് നടക്കുകയായിരുന്നു. അപ്പോൾ മേയർ അവിടെ എത്തുന്നു പറഞ്ഞിട്ട് അവർ സമ്മേളനത്തിലൊന്ന് ചെല്ലണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടു. വളരെ ലേറ്റാണ് ഞങ്ങൾ അവിടെ ചെന്നത്. ഒരു 390 ഡോക്ടർമാർ ഇവിടെ സമ്മേളനത്തിലാണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. ചിലർ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടി, മെച്ചപ്പെട്ട തൊഴിൽ സാധ്യത, ചിലർ അവിടെ കേരളത്തിൽ നിൽക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വന്നവരൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്കൊക്കെ ഇപ്പോഴും മലയാളമെന്നും കേരളമെന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ടൈമുള്ള ഡോക്ടേഴ്സ് 3 ദിവസം വന്ന് ഈ ഹോട്ടലിലിരുന്ന് ചർച്ച ചെയ്യുന്നത്. മലയാളി ഡോക്ടർമാർ മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ എക്സ്പെർട്ടൈസ് ഞങ്ങൾക്ക് വേണമെന്ന് ഞാൻ പ്രസംഗിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഇതിൽ ഏറെക്കുറെ എല്ലാ ഡോക്ടർമാരും വരികയും സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ട് മേയർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. ഇവരൊക്കെ തന്നെ സാമ്പത്തികമായൊക്കെ വേറൊരു ലെവലിലെത്തിയ ആൾക്കാരാണ്. അപ്പോൾ അതിനെ ഷെൽബി കുട്ടി ഡോക്ടർ പറഞ്ഞു, എപ്പോൾ വിളിച്ചാലും യാത്ര ചെയ്യാനുള്ള ടൈം മാത്രം മതി, ആ ടൈം എടുത്താൽ ഞാനിവിടെ വരാൻ തയ്യാറാണ്. MB പിള്ള ഡോക്ടർ, അദ്ദേഹം സെപ്റ്റംബറിൽ വരികയാണ്. അതേപോലെ തന്നെ മേയർ, ഞാൻ ഏപ്രിൽ വരെ തിരുവനന്തപുരത്തുണ്ട്. നിങ്ങൾ ഏത് നിമിഷം വിളിച്ചു കഴിഞ്ഞാലും ഹെൽത്ത് സെക്ടറിൽ എന്ത് അഡ്വൈസ് ഞാൻ തരാം. ഡോക്ടർ ഷെൽബി കുട്ടി ഗൂഗിളിൽ സെർച്ച് 500 പ്രബന്ധം ഇദ്ദേഹം മാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. ഷെൽബി കുട്ടി 500 പ്രബന്ധങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു വിഭാഗം വിദഗ്ധരുമായിട്ട് വളരെ ബന്ധം ഊട്ടിയുറപ്പിക്കുവാനും അവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഒരു അഷ്വറൻസ്, കേരളത്തിൽ എന്ത് പ്രോജക്റ്റ് തുടങ്ങിയാലും ഞങ്ങൾ മുമ്പിൽ നടപ്പിലാക്കി തരാം എന്ന് അഷ്വറൻസ് വാങ്ങിക്കാൻ സാധിച്ചു. ഇത് ഏറ്റവും വലിയ IT സെക്ടറിലൊക്കെ ഉള്ളവരുമായിട്ട് രാത്രി 2 മണി വരെയൊക്കെ ഞങ്ങൾ മീറ്റിങ്ങുകളുണ്ട്, സംസാരിച്ചു. അവരുടെ അടുത്ത മാസം ആഴ്ച ഒരാൾ വരികയാണ്. വന്നിട്ട് നമ്മുടെ ടെക്നോ പാർക്കുമായിട്ട് സംസാരിച്ച് ബന്ധപ്പെട്ട് അവരുടെ 1000 പേർ ജോലി ചെയ്യുന്ന അവരുടെ കമ്പനി ടെക്നോ പാർക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ 1000 പേരുടെ അമേരിക്കൻ നിന്നുകൊണ്ട് കമ്പനി നടത്തുന്നു. 1000 പേര് വർക്ക് ചെയ്യുന്ന ടെക്നോ പാർക്കിൽ തിരുവനന്തപുരത്ത് ഇരുന്നിട്ടാണ്. അപ്പോൾ അവർ ദേ ആർ റെഡി ടു കോപ്പറേറ്റ് അറ്റ് എനി എക്സ്റ്റെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പറ്റിയത്. MB പിള്ള സാറുമായിട്ട് സംസാരിച്ച എനിക്ക് കുറച്ചുകൂടെ വിപുലമായ ചില കാര്യങ്ങൾ പറഞ്ഞു തോന്നുന്നു. അത്
കുറച്ച് വിശദാംശങ്ങൾ പറയാമോ പ്രേക്ഷകർക്ക്? അതായത് നമുക്കിപ്പോൾ അവർക്ക് സ്ഥലമുണ്ടെങ്കിൽ ഇക്കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ വിളപ്പിൽശാല 50 ഏക്കർ പ്രോപ്പർട്ടി കോർപ്പറേഷനുണ്ട്. അതിൽ നിന്നും കുറച്ച് സ്ഥലം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ലോകോത്തര നിലവാരമുള്ള ചികിത്സാ കേന്ദ്രം അല്ലെങ്കിൽ റിസർച്ച് സെൻറ്റർ തുടങ്ങുന്നതിനെ കുറിച്ച് തിരുവനന്തപുരത്ത് കുറേ കാലമായി ഒരു ചർച്ച നടക്കുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ സഹകരണത്തോടുകൂടി ഇടപെടലോടുകൂടി അത് സാധ്യമാക്കി എടുക്കാമെങ്കിൽ MP പിള്ള സാർ ഉൾപ്പെടെയുള്ളവർ മുൻപിൽ നിന്ന് നയിക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഉദ്യോഗസ്ഥർക്കും നേതാക്കന്മാർക്കും ഒക്കെ ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സ കിട്ടുമ്പോൾ നമ്മുടെ സാധാരണക്കാരനും അത് കിട്ടുന്ന രീതിയിൽ ഉള്ളൊരവസ്ഥ കേരളത്തിലുണ്ടാവണം. നമ്മളെന്തിന് മടിച്ചിരിക്കണം, എന്തിന് കാത്തിരിക്കണം? നമ്മുടെ മലയാളികളിലെ അവിടെ പോയി ഇതൊക്കെ ചെയ്യുന്നത്. ഇതിന്റെ ഫണ്ടിങ് സംബന്ധിച്ചുള്ള ഒരു ആലോചന ആ ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. കാര്യം ചെറിയ ചിലവായിരിക്കില്ലല്ലോ ഇങ്ങനെ ആശുപത്രിയും റിസർച്ച് സെന്ററും കെട്ടിപ്പടുത്തുക എന്നുണ്ടെങ്കിൽ. അത്രയും വിദഗ്ധർ വേണം, അത്രയും എക്യുപ്മെന്റ് വേണം, കെട്ടിടം വേണം, സൗകര്യങ്ങൾ വേണം. ശരിയാണ്, നമുക്ക് എക്സ്പെൻസീവ് ആണത്. സ്വാഭാവികമായിട്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി അടുത്ത ദിവസം കാണുന്നുണ്ട്. പിന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന, ഈ മേഖലയോട് താല്പര്യമുള്ള നിരവധി പേർ വന്നിട്ടുണ്ട്. വിദേശ മലയാളികളുണ്ട്, അവർക്ക് ചിലപ്പോൾ സഹകരിക്കാൻ താല്പര്യം ഉണ്ടാകും. എന്തായാലും അത് അങ്ങനെ ഒരു വലിയൊരു പരിശ്രമം നടത്തി കഴിഞ്ഞാൽ കൊള്ളലാഭത്തിനൊരു ഇട കൊടുക്കാത്ത രീതിയിലുള്ള മോഡൽ, ഒരു പാർട്ടിസിപ്പേഷനുള്ള സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും ഒക്കെ സഹകരിച്ച് ചെയ്യുമ്പോഴേക്കും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരമാവധി ഗുണം ചെയ്യുന്ന തരത്തിലുള്ള സംവിധാനങ്ങളായിരിക്കും ആലോചിക്കേണ്ടത്. ഒരു മണി മോട്ടീവ് അല്ല, അതിലപ്പുറം ഒരു സാമൂഹ്യ പ്രതിബദ്ധത നിറവേറ്റുന്ന തരത്തിലുള്ള എന്നാൽ ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സ കിട്ടുന്ന തരത്തിൽ നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവണമല്ലോ. അതിന് ഇവരുടെ അനുഭവ സമ്പത്ത് പ്രയോജനപ്പെടുത്തും. എന്നാൽ വിദേശ കമ്പനികളുടെ ഇടപെടലൊന്നും ഉണ്ടാവാൻ പാടില്ല. ഈ സാമൂഹിക മാധ്യമങ്ങളിൽ കണ്ട ചില വിമർശനങ്ങളിലേക്ക് കൂടെ വരാം. ഒന്ന്, ഡൽഹിയിൽ പോയി ഒരു ബ്ലൂ പ്രിന്റ് കൊണ്ടുവരാൻ പറ്റാത്ത VV രാജേഷ് ജിയാണ് US പോയിട്ട് വികസനം കൊണ്ടുവരുമെന്ന് പറയുന്നത് ഒരു കമന്റ്. അല്ല, ഇപ്പോൾ ഞാൻ പോയിട്ട് സംസാരിച്ച ഒരു കാര്യങ്ങളും ഒരു കോർപ്പറേഷന് ചെയ്യാനായിട്ട് അധികാരമുള്ളതല്ല. ഒരു കോർപ്പറേഷന് മാത്രമായിട്ട് ഒരു കാര്യത്തിലും ഇക്കാര്യത്തിലും വിദേശ രാജ്യങ്ങളൊക്കെ തമ്മിലുള്ള അല്ലെങ്കിൽ അവിടെയുള്ള സ്ഥാപനങ്ങളൊക്കെ തമ്മിൽ ഞങ്ങൾക്ക് വളരെ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഒരാശയം മുന്നോട്ട് വയ്ക്കുന്നു, ഒരു ചർച്ച മുന്നോട്ട് വയ്ക്കുന്നു. അതിൽ വിദേശ മലയാളികളുടെ സഹായമാണ് ചോദിച്ചത്. അതൊരു കോർപ്പറേഷൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ ബാക്കി ഡോക്യുമെൻറ്റേഷനും ഇംപ്ലിമെൻറ്റേഷനും ഒക്കെ വരുമ്പോഴേ, എക്സിക്യൂഷൻ ഇംപ്ലിമെൻറ്റേഷനൊക്കെ വരുമ്പോഴേക്കും സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും കൂടി ഇടപെടലോടുകൂടി സാധിക്കുള്ളൂ. പക്ഷേ ആ ചർച്ചകൾക്കും തുടക്കം കുറിക്കാൻ സാധിക്കും. ഇപ്പം നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രിയും കണ്ട് ഇങ്ങനെയാണ് ചില ആശയങ്ങളുണ്ട്, ഇവർ സഹകരിക്കാൻ തയ്യാറാണ് എന്നുള്ള നമ്മുടെ ശ്രദ്ധയിൽ അവരുടെ ശ്രദ്ധയിൽ കാര്യം വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അവർക്ക് ക്യാബിനറ്റിൽ വയ്ക്കാം. ക്യാബിനറ്റ് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവുള്ള കാര്യമാണ്. സംസ്ഥാന സർക്കാർ അത് അംഗീകരിക്കും. സ്വാഭാവികമായിട്ടും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിട്ടും കേന്ദ്രമന്ത്രിയും കാണാൻ വിദേശകാര്യമന്ത്രിയുമായിട്ട് നമുക്ക് സംസാരിച്ച് പ്രപ്പോസൽ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ പറ്റുന്ന കാര്യമാണെങ്കിൽ അവർ അംഗീകരിക്കും. ആ രീതിയിൽ ഒരു വലിയൊരു പരിശ്രമം നടത്തി ഈ കാര്യങ്ങൾ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷന് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഒരു പ്രസംഗത്തിലും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കറിഞ്ഞും കൂടാ. കാരണം ഞാൻ അങ്ങനെ ഒരിടത്തും മേയറാവുന്നതിന് മുൻപോ മേയറായതിനു ശേഷമോ ഒരു അഭിമുഖത്തിലോ ഒരു പ്രസംഗത്തിലോ ഞാൻ ഈ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എന്നോട് ഒരു മാധ്യമപ്രവർത്തക ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ ഡൽഹിയിൽ നിന്ന് കിട്ടേണ്ട സഹായങ്ങൾ, അതല്ലെന്നുണ്ടെങ്കിൽ പദ്ധതികൾ ഒക്കെ അതിന്റെ വഴിക്ക് തന്നെ വരുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻസിലാണല്ലോ ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ലഭിച്ച നിർദ്ദേശത്തിൻ്റെയും സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്. ഈ അവിടെ അമേരിക്കയിൽ പിന്നെ വാഷിങ്ടൺ DC ഉണ്ട്, ന്യൂയോർക്ക് ഉണ്ട്, ന്യൂജേഴ്സി ഉണ്ട്, ലോസ് ആഞ്ചൽസ് ഉണ്ട്. എന്തുകൊണ്ട് തിരുവനന്തപുരം മേയർക്ക് ഈ മിസോറി പോലൊരു ചെറിയ സിറ്റി മാത്രമേ കിട്ടിയുള്ളൂ എന്നൊരു കമന്റും കണ്ടു? അല്ല, അന്ന് കാണാൻ പറ്റിയ ആൾക്കാരെ കണ്ടു. പിന്നെ ലോകത്ത് ഒരുപാട് മേയർമാരുണ്ട്. എല്ലാ മേയർമാരെയും ചെന്ന് കണ്ട് കാര്യങ്ങൾ പഠിച്ച് അതിൻ്റെ ഒന്നും ആവശ്യമുള്ള സമയമില്ല. പിന്നെ എല്ലായിടത്തും പഠിക്കേണ്ട കാര്യമില്ല. നമുക്കൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അന്നിപ്പോൾ ചെന്നപ്പോഴേക്കും കാണാൻ പറ്റിയ ഒരാളെ കണ്ടു. ഈ ഒരു പ്രൊപ്പോസൽ, ഈ പ്രോജക്റ്റ് ഇവിടെ കോർപ്പറേഷൻ തലത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടോ? ഉദ്യോഗസ്ഥരുമായിട്ട് ഒരു ആക്ഷൻ പ്ലാൻ? ഞാൻ ഫസ്റ്റ് റൗണ്ട് ഉദ്യോഗസ്ഥരായിട്ട് ഇരുന്ന് കഴിഞ്ഞു രാവിലെ. ഇന്ന് തന്നെ ഇരുന്ന് കഴിഞ്ഞു. ഇന്നൊരു 1 മണിക്ക് 12:30 മണിക്ക് ഫസ്റ്റ് റൗണ്ട് ഉദ്യോഗസ്ഥരുമായി നമ്മളെ കോർപ്പറേഷൻ സെക്രട്ടറി, അവൈലബിൾ ആയിട്ടുള്ള കൗൺസിലർമാർ, പിന്നെ സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവരുമായിട്ട് ഒരു റൗണ്ട് ഇരുന്നു. കാര്യങ്ങളൊക്കെ അവരെ അറിയിച്ചു. അതിനുശേഷം അടുത്ത എങ്ങനെയാണ് AI നമ്മുടെ ടാക്സ് കളക്ഷൻ രംഗത്ത് ഉപയോഗിക്കാൻ, AI എങ്ങനെ വിനിയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കാതിരിക്കുന്നുണ്ട്. പിന്നെ
19-ാം തീയതി ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട അവരിപ്പോൾ അതിൻ്റെ സംഘാടകരൊക്കെ ശ്രമിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി കിട്ടുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ സാന്നിധ്യത്തിൽ അടുത്തൊരു ചർച്ച ഉദ്ദേശിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 19-ാം തീയതി ഇത് തന്നെ ബേസ് ചെയ്ത് ചർച്ച ഉദ്ദേശിക്കുന്നുണ്ട്. സ്റ്റേഡോക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കൂടുതൽ ഇഫക്റ്റീവ് ആക്കാം. അതിപ്പോൾ അവിടെ നിന്ന് പഠിക്കാനായിട്ടൊന്നുമില്ല, നമ്മൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് നന്നായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ നമ്പേഴ്സ് കൂടുതലാവുന്നതിൻ്റെതായ ഒരു പ്രതിസന്ധിയിലുണ്ട്, എങ്കിലും നമ്മൾ നന്നായിട്ട് തന്നെ ചെയ്യുന്നു. വേസ്റ്റ് മാനേജ്മെന്റ് അവിടുത്തെ സിസ്റ്റം അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് ഏക്കർ വേക്കൻഡിലാണ് ഭൂമിയുണ്ട്, അത് പറ്റില്ല. നമുക്ക് നമ്മുടേതായ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ 20-25 സെന്റിൽ ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ കണ്ടുപിടിക്കുകയല്ല, ആ ടെക്നോളജി പല സ്ഥലത്തും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് കണ്ടാലേ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഏതായാലും തിരക്കിട്ട കാര്യം 10 ദിവസത്തെ വിദേശയാത്രയ്ക്ക് ശേഷം വന്ന് തിരക്കിട്ട പരിപാടികൾക്കിടയിൽ ജനം ടി വിക്കായിട്ട് ഇത്രയും സമയം മാറ്റിവെച്ചതിന് വളരെയധികം നന്ദി. അപ്പോൾ ഈ പദ്ധതികൾ യാഥാർത്ഥ്യമാകട്ടെ, വിമർശകർക്കുള്ള മറുപടി ആകട്ടെ ഇനിയുള്ള ആഴ്ചകളിലെയും മാസങ്ങളിലെയും പ്രവർത്തനങ്ങൾ. നമസ്തേ. നന്ദി, നമസ്കാരം.